നമ്മുടെ 2026 തുടങ്ങി ജനുവരി മാസം ഇവിടെ ഏകദേശം കഴിയാറായി. അതുപോലെ തന്നെ മാർച്ച് 31 കൂടി നമ്മുടെ ഫിനാൻഷ്യൽ ഇയറും കൂടി എൻഡ് ചെയ്യാൻ പോവുകയാണ്. സ്മാർട്ട് വഴി ഈസി ആയിട്ട് എങ്ങനെ നികുതി അടയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ എല്ലാവരുടെ ഫോണിലും ഗൂഗിൾ ഉണ്ടാവും. ആ ഗൂഗിളിൽ കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കെ സ്മാർട്ട് ടൈപ്പ് ചെയ്തതിനു ശേഷം അതിന്റെ വിൻഡോ ഓപ്പൺ ആയി വരും. ആ ഓപ്പൺ ആയി വരുന്ന വിൻഡോയിൽ നിന്ന് അതിന്റെ ഹോം പേജിൽ നിന്ന് പ്രോപ്പർട്ടി ടാക്സ് ക്ലിക്ക് ചെയ്യുക. പ്രോപ്പർട്ടി ടാക്സ് എടുത്തതിന് ശേഷം അതിനുശേഷം പ്രോപ്പർട്ടി ടാക്സ് ക്വിക്ക് പേ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഓപ്പൺ ആയിട്ട് വരുന്ന വിൻഡോയിൽ നമ്മൾ ആദ്യം നമ്മുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. 14 ജില്ലകളും അതിൽ കാണാം. അതിൽ നമ്മുടെ ഞാനിപ്പോൾ പാലക്കാട് ജില്ല ആയതുകൊണ്ട് പാലക്കാട് ജില്ലയാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ലോക്കൽ ബോഡി ടൈപ്പ് ഏതാണെന്ന് കൊടുക്കുക. പഞ്ചായത്ത് കൊടുത്തു. പിന്നീട് നമ്മുടെ പഞ്ചായത്തിന്റെ പേരാണ് ചോദിക്കുന്നത്. പഞ്ചായത്തിന്റെ പേര് അവിടെ എൻ്റർ ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് ഡോർ നമ്പറും പിന്നെ അതുപോലെ തന്നെ വാർഡുമാണ്. അപ്പോൾ ആദ്യം വാർഡ് സെലക്ട് ചെയ്യുക. ഏത് വാർഡിലാണ് നമ്മൾ താമസിക്കുന്നത് ആ വാർഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡോർ നമ്പർ എത്രയെന്ന് കൊടുക്കുക. നമ്മുടെ വീട്ടു നമ്പർ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡോർ നമ്പർ എന്ന് കാണുന്ന അവിടെ വീട്ടു നമ്പർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് സെർച്ച് എന്ന ഓപ്ഷനിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ടാക്സിന്റെ ഡീറ്റെയിൽസ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഓപ്പൺ ചെയ്തതിൽ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ടാക്സിന്റെ ഡീറ്റെയിൽസ് അതിൽ കാണിക്കുന്നുണ്ടാവും. അത് വെരിഫൈ ചെയ്തതിന് ശേഷം മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ മൊബൈൽ നമ്പറിലേക്കായിരിക്കും റെസിപ്റ്റ് വരിക. അതിനുശേഷം ഓക്കെ അമർത്തുക. പിന്നെ പേ ബട്ടൺ ആണ്. ഇതിൽ കുറെ ഗേറ്റ് വേ കാണാം. ഇത് പേയ്മെന്റ് ഗേറ്റ് വേ ആണ്. നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഏത് സെലക്ട് ചെയ്താലും നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ കാണുന്നതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം പേ നൗ കൊടുക്കുക. കൊടുത്തു കഴിയുന്ന സമയത്ത് നമുക്ക് പേയ്മെന്റിനായിട്ടുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്തിട്ടും പണം അടയ്ക്കാം. അതുപോലെ തന്നെ ഗൂഗിൾ പേ, ഫോൺ പേ, ബാക്കിയുള്ള ഏതെങ്കിലും QR കോഡിന്റെ ആപ്പുകൾ വഴിയും പണം അടയ്ക്കാം. അതിൽ ഷോ QR എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്കാൻ ചെയ്ത് പണം അടയ്ക്കാനുള്ള ഒരു QR ലഭ്യമാവും. ഇപ്പം ഞാനിത് കമ്പ്യൂട്ടറിൽ നിന്നാണ് ചെയ്യുന്നത്. അത് കാരണം നമുക്ക് ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ ഫോൺ പേയിലോ നേരിട്ട് ലിങ്ക് കൊടുക്കാൻ സാധിക്കില്ല. നമ്മൾ മൊബൈൽ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ അമർത്തുകയാണെങ്കിൽ ആ ലിങ്ക് നമ്മുടെ നേരെ ഗൂഗിൾ പേയിലോട്ട് വരും. ആ ഗൂഗിൾ പേയിൽ നമ്മൾ അത് ഓപ്പൺ ചെയ്തിട്ട് പൈസ അടച്ചാൽ മാത്രം മതി. അതുകൊണ്ട് ഞാനിപ്പോൾ QR കോഡ് സ്കാൻ ചെയ്തിട്ട് പൈസ അടയ്ക്കാനുള്ള ഓപ്ഷനാണ് തിരഞ്ഞെടുത്തത്. അതിനുശേഷം നമ്മൾ ആ QR ഓപ്പൺ ചെയ്ത് പൈസ അടച്ചാൽ മാത്രം മതി. എന്നിട്ട് അതിന്റെ റെസീപ്റ്റ് കിട്ടുന്നത് ഇങ്ങനെയാണ്. വീണ്ടും ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ റെസീപ്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. അവിടെ വന്നതിന് ശേഷം ഡൗൺലോഡ് റെസിപ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP കൂടി അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റെസീപ്റ്റ് നമ്മുടെ പ്രിന്റ് ആയിട്ട് കിട്ടും. ഫോണിൽ PDF ആയിട്ട് സേവ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ കെ സ്മാർട്ട് വന്നതിന് ശേഷം എല്ലാം ഓൺലൈൻ സേവനങ്ങളായതുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇതുപോലെ ടാക്സ് അടയ്ക്കുകയും കെ സ്മാർട്ട് വഴി നമ്മുടെ പുതിയ അപേക്ഷകൾ അപ്ലോഡ് ചെയ്യുകയും എല്ലാം ചെയ്യാം. എല്ലാം ഓരോരുത്തരുടെയും സിറ്റിസൺ ലോഗിൻ വഴിയാണ് നടക്കുന്നത്. അക്ഷയയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാം. കെ സ്മാർട്ട് വഴി ഇതുപോലെ റെസീറ്റ് കിട്ടും. ആ റെസീറ്റ് നമ്മളെടുത്ത് സൂക്ഷിച്ചാൽ മാത്രം മതി.